പരാജയപ്പെട്ടിട്ടുണ്ടാകാമെങ്കിലും പോരാടാനുള്ള നിശ്ചയദാർഢ്യമോ വീര്യമോ നഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് കോൺഗ്രസിന്റെ അടിയുറപ്പ്. ആ അടിയുറപ്പിൽ നിന്നും കെട്ടിപ്പടുത്തത് തന്നെയാണ് ഈ ഇന്ത്യ. അത് ഇന്നലത്തെ മഴയിൽ കുരുത്ത തകര പോലെയല്ല. കെട്ടുറപ്പും ആത്മവിശ്വാസവും സമാസമം ചാലിച്ച് പാകപ്പെടുത്തിയുണ്ടായതാണ്. ഹിറ്റ്ലറോ മുസോളിനിയോ ഈ രാജ്യം ഭരിച്ച പോലെ ഭരിക്കാമെന്ന് കരുതി കാവിക്കുപ്പായമിട്ടവരെ ഉന്മൂലനം ചെയ്യാൻ ഒരു ചെങ്കൊടിയും ഇന്നിവിടെയില്ല. പക്ഷേ ത്രിവർണ പതാകയുടെ ഒത്ത നടുക്ക് കൈപ്പത്തി ചിഹ്നവുമായി നെഞ്ചി വിരിച്ചു നിൽക്കുന്ന കോൺഗ്രസ് ഉണ്ട്. ഒരു സുപ്രധാന ചുവടുവെപ്പിലേക്കാണ് കോൺഗ്രസ് കടന്നു നിൽക്കുന്നത്. തലമുറ മാറ്റം. പ്രതാപശാലികളായ നേതാക്കന്മാരെ മുൻനിരയിൽ നിർത്തി യുവത്വത്തിന്റെ ചിന്തകളും ആശയങ്ങളെയും മുന്നോട്ട് നയിക്കുന്ന യുവ നേതാക്കന്മാരെ കളത്തിലേക്കിറങ്ങി കോൺഗ്രസ് കൂടുതൽ ഉഷാറാകാൻ പോകുന്നു. വരും കാലങ്ങളെ മുൻകൂട്ടി കണ്ട പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ അത്ര കഴിവ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല. കാരണം ബ്രിട്ടീഷുകാർ വന്ന് കുലം മുടിച്ച ഈ ഇന്ത്യ മഹാരാജ്യത്തെ തുന്നിപ്പെടുത്ത ചരിത്രമുള്ളവരാണവർ. കോൺഗ്രസ് ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ സച്ചിൻ പൈലറ്റ് പറഞ്ഞത്. യുവ നേതാക്കൾ തങ്ങളെ ഏൽപ്പിച്ച ചുമതലകൾ നിറവേറ്റുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. PTIക്ക് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു സച്ചിൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചില സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പരാജയപ്പെട്ടിട്ടുണ്ടാകാമെങ്കിലും പോരാടാനുള്ള നിശ്ചയദാർഢ്യമോ വീര്യമോ നഷ്ടപ്പെട്ടിട്ടില്ല. ഗുജറാത്തിൽ പഴയ പ്രതാപം തിരിച്ചുപിടിക്കുന്നതിനും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ശ്രമിക്കുന്നതിനിടയിലാണ് AICC സമ്മേളനം നടക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിൽ ഒരു തലമുറ മാറ്റം നടക്കുകയാണ്. അതൊരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ നടക്കുന്ന ഒന്നല്ല എന്നും ക്രമേണ നടക്കേണ്ടതാണ്. പിന്നോക്ക വിഭാഗക്കാർ, യുവജനങ്ങൾ, വനിതകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ എന്നിവരെ ശക്തിപ്പെടുത്തുക എന്നത് പാർട്ടി ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിരിക്കുകയാണ് എന്നും പറഞ്ഞു. നമ്മുടെ ജനസംഖ്യയുടെ വലിയ വിഭാഗമായ ഇവരുടെ മതിയായ പ്രാതിനിധ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു. തലമുറ മാറ്റം വളരെ സ്വാഭാവികമായി സംഭവിക്കുകയാണ്. പാർലമെന്റിന് പുറത്തും സംസ്ഥാനങ്ങളിലും AICC നിയോഗിച്ച പുതിയ നേതാക്കളടക്കം നിരവധി പേർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു. യുവജനങ്ങൾ നേതൃത്വ പദവികൾ ഏറ്റെടുക്കുകയും ഉത്തരവാദിത്തങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. പാർട്ടി സംഘടനാ കാര്യത്തിൽ വിവിധ വിഭാഗങ്ങളിലും പോഷക സംഘടനകളായ യൂത്ത് കോൺഗ്രസ്, NSU, സേവാദൾ, മഹിളാ കോൺഗ്രസ് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും ഇടപെടുന്നുണ്ടെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു. 2025 പാർട്ടി കേഡർമാരെ പുതുക്കിപ്പണിയുന്നതിനും ആവേശഭരിതമാക്കുവാനുമുള്ള വർഷമാണ്. പ്രത്യയശാസ്ത്രപരമായി പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ പോവുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകാൻ പോവുകയാണ്. കഠിനാധ്വാനം ചെയ്യുന്നവരും നന്നായി പ്രവർത്തിക്കുന്നവരും പ്രവർത്തിക്കാത്തവരും മറികടന്ന് മുൻനിരയിലേക്ക് വരുന്നത് കാണാൻ കാത്തിരിക്കൂ എന്നാണ് കോൺഗ്രസ് നൽകുന്ന മുന്നറിയിപ്പ്.